ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ്. അതായത് ഞങ്ങൾക്കിപ്പോൾ ഒരു മാസം 1 lakh വെച്ച് പെൻഷൻ ലൈഫ് ലോങ് കിട്ടണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? അത് എന്താ പറയുക, നമ്മളുടെ ഏത് സ്കീമിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് പെൻഷൻ വേണ്ടത്, നമ്മളുടെ ഏജ് എത്രയാണ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എല്ലാത്തിലും ഒരേ എമൗണ്ട് അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു മന്ത്ലി ഒരു 1 lakh ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് 1 lakh വെച്ച് കിട്ടണമെങ്കിൽ എത്ര ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു 1 year കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതിയെങ്കിൽ എത്ര ചെയ്യണം, ഇല്ലെങ്കിൽ 2 year, 3 year, 4 year, 5 year, അങ്ങനെ ഓരോ വർഷം കഴിഞ്ഞിട്ട് 1 lakh കിട്ടണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഒരു ഓപ്ഷനിലെയാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഏജും നിങ്ങളുടെ ആവശ്യവും അനുസരിച്ച് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതല്ല നിങ്ങൾക്ക് സർവീസിങ് ഏജൻറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ എക്സാമ്പിൾ പറയുന്നത് ഒരു 55 വയസ്സുള്ള ആളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ 55 വയസ്സുള്ള ആൾക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് പെൻഷൻ ലൈഫ് ലോങ് കിട്ടണം. അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നോമിനിക്കും തിരിച്ചു കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 1,85,00,000. ഇത് GST ഇല്ലാത്ത എമൗണ്ട് ആണ്. പ്ലസ് 1.8% GST. നാട്ടിലുള്ളവരാണ് അല്ലെങ്കിൽ NRO അക്കൗണ്ടിൽ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ GST കൂടി അടയ്ക്കേണ്ടി വരും. NREs ആണ് നിങ്ങളുടെ NRE അക്കൗണ്ടിൽ നിന്നാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. NRE സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ GST ഇല്ലാതെ ഈ 1,85,00,000 മാത്രം അടച്ചാൽ മതി. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് 1,00,000 പെൻഷൻ, നിങ്ങളുടെ കാലശേഷം ഈ ഇൻവെസ്റ്റ് ചെയ്ത 1,85,00,000 നമ്മളുടെ നോമിനിക്ക് തിരിച്ചു കിട്ടും. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് LICയുടെ ജീവൻ അക്ഷയ് എന്ന് പറഞ്ഞ പെൻഷൻ പ്ലാനിലെ ഓപ്ഷൻ F ആണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ പ്ലാനിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിപ്പോൾ ഈ 1 lakh പെൻഷൻ വാങ്ങിക്കുന്നത് ഇമ്മീഡിയറ്റ് വേണ്ട. ഇപ്പം എനിക്ക് 55 വയസ്സാണ്, എനിക്കൊരു വർഷം കഴിഞ്ഞിട്ട് മതി പെൻഷൻ, അങ്ങനെയാണെങ്കിൽ ഈ 1 lakh കിട്ടണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 1,80,00,000. അപ്പോൾ റിട്ടേൺ കിട്ടുന്നത് 1 lakh. 1 lakh ഞാൻ റൗണ്ട് ചെയ്ത് പറഞ്ഞതാണ്. കറക്റ്റ് എമൗണ്ട് 1,05,592. ഒരു വർഷം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് ഈ എമൗണ്ട് ലൈഫ് ലോങ് കിട്ടുകയും ചെയ്യും. എന്തെങ്കിലും ഒരു നമ്മുടെ കാലശേഷം, അതായത് നമുക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോമിനിക്ക് കിട്ടുന്ന എമൗണ്ട് 1,89,00,000. അതായത് അവിടെ ഒരു അഡീഷണൽ 5% കൂടുതൽ കിട്ടുന്നുണ്ട് നമ്മുടെ നോമിനിക്ക്. ഇനി ഇതേ 1,00,000 നിങ്ങൾക്ക് പെൻഷനായിട്ട് ഇമ്മീഡിയറ്റും വേണ്ട, 1 year കഴിഞ്ഞിട്ട് വേണ്ട, 2 വർഷം കഴിഞ്ഞിട്ട് മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 1,64,00,000. ഞാൻ പറയുന്നത് GST ഇല്ലാത്ത എമൗണ്ട് ആണ് കേട്ടോ. GSTയുടെ കാര്യം ഞാൻ പറഞ്ഞു. NREs NRE അക്കൗണ്ടിൽ നിന്ന് NRE സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഈ എമൗണ്ട് മാത്രം ചെയ്താൽ മതി. NRO അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ നോർമൽ SB അക്കൗണ്ടിൽ നിന്നോ ആണെങ്കിൽ, നാട്ടിലുള്ളവരാണെങ്കിൽ 1.8% GST കൂടി വരും. അപ്പോൾ GST ഇല്ലാതെ 1,64,00,000 ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് മന്ത്ലി 1,434 രൂപ ലൈഫ് ലോങ് മന്ത്ലി പെൻഷനും കിട്ടും. ഒരു ഡെത്ത് സംഭവിച്ചാൽ 1,72,20,000 ആണ് നോമിനിക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേലും ഒരു 5% കൂടുതലാണ് നമ്മുടെ ഡെത്ത് ബെനിഫിറ്റ് ഏത് സമയത്ത് ഡെത്ത് സംഭവിച്ചാലും കിട്ടുന്നത്. അതുപോലെ വർഷം കൂടുതൽ കഴിയുന്നതനുസരിച്ച്, അതായത് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പെൻഷൻ മതി എന്നുണ്ടെങ്കിൽ ഇതേ സെയിം പെൻഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറവാണ്. ഇനി നിങ്ങൾക്ക് പെൻഷൻ 3 വർഷം കഴിഞ്ഞിട്ട് മതി. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം, പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 വർഷം കഴിഞ്ഞിട്ട് മതി. അങ്ങനെയാണെങ്കിൽ 1 lakh കിട്ടാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 1,53,00,000 നമുക്ക് മന്ത്ലി പെൻഷൻ കിട്ടുന്നത് 1,01,531 രൂപ. ഇത് ലൈഫ് ലോങ്, അതായത് 3 വർഷത്തിന് ശേഷം ലൈഫ് ലോങ് നമുക്ക് മന്ത്ലി പെൻഷനും കിട്ടും. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആഫ്റ്റർ ഡെത്ത് നമ്മുടെ നോമിനിക്ക് കിട്ടുന്നത് 1,60,65,000 രൂപ. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 5% കൂടുതൽ.
അതുപോലെ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എടുക്കുമ്പോൾ വരുന്ന വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന മന്ത്ലി കിട്ടുന്ന ഈ 1 ലാക്ക് 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പെൻഷൻ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അടുത്ത മാസം മുതൽ ഈ 1 ലാക്ക് വെച്ച് നമ്മളുടെ ഈ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഡെത്ത് സംഭവിച്ചാൽ, അതായത് ഇപ്പോൾ പെൻഷൻ വാങ്ങിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഡെത്ത് സംഭവിച്ചാൽ നമ്മുടെ നോമിനിക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് എത്ര മാസം കഴിഞ്ഞിട്ടാണോ നമുക്കൊരു ഡെത്ത് സംഭവിച്ചത്, അതായത് പെൻഷൻ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് എത്ര മാസം കഴിഞ്ഞിട്ടാണോ, അപ്പോൾ അത്രയും മാസത്തേക്ക് ഈ 1 ലാക്ക് വെച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ എമൗണ്ടാണ് നമ്മുടെ നോമിനിക്ക് കിട്ടുന്നത്. അതായത് വെയിറ്റിംഗ് പീരീഡ് കൂടുമ്പോൾ ചെറിയൊരു ഇൻഷുറൻസ് കവറേജ് കൂടി അതിൽ വരുന്നുണ്ടെന്ന് പറയാം. നമ്മൾ ആ ഗ്യാരണ്ടി ചെയ്യുന്ന മന്ത്ലി എമൗണ്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണ്, അതായത് ഇന്നിപ്പോൾ ഞാനൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ ഒരു 13 മാസം കഴിഞ്ഞപ്പോൾ, അതായത് ഒരു വർഷവും 1 മാസവും കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡെത്ത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 1,53,00,000. ഈ 1,53,00,000 പ്ലസ് 13 മാസത്തെ, അതായത് 13 ലക്ഷം, അത് രണ്ടും കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എൻ്റെ നോമിനിക്ക് കിട്ടുന്നത്. പിന്നെ 3 വർഷം കഴിഞ്ഞ് നമ്മൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നമുക്കൊരു ഡെത്ത് സംഭവിച്ചാൽ തിരിച്ച് കിട്ടുന്ന എമൗണ്ട് അതിൽ നിന്ന് കുറഞ്ഞു വരും. അതിനുശേഷം അത് പിന്നെ, അതായത് ഇപ്പോൾ 2ാമത്തെ വർഷമാണ് ഒരു ഡെത്ത് സംഭവിക്കുന്നത്, നമ്മൾ പെൻഷനൊന്നും വാങ്ങിച്ചിട്ടില്ല, നമ്മളുടെ നോമിനിക്ക് കിട്ടുന്ന എമൗണ്ട് 1,75,82,515 അത് ഈ 1 ലാക്ക് വെച്ച് ആഡ് ചെയ്ത് പോകുന്ന എമൗണ്ട് ആണ്. ഇനി പെൻഷൻ വാങ്ങിച്ചു തുടങ്ങുമ്പോൾ, ഇപ്പോൾ 3rd ഇയർ നമ്മൾ പെൻഷൻ വാങ്ങിക്കുമ്പോൾ 1,74,54,638, അതായത് കുറച്ച് കുറയും. പിന്നെ പെൻഷൻ വാങ്ങിക്കുന്നതിൻ്റെ അനുസരിച്ച് കുറച്ച് കുറഞ്ഞ് പിന്നെ 1,60,65,000 അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും. ഇനി നിങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞിട്ട് മതി പെൻഷൻ. 4 വർഷം കഴിഞ്ഞിട്ട് മന്ത്ലി 1 ലാക്ക് കിട്ടണമെങ്കിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 1,40,00,000. 4 വർഷം കഴിയുമ്പോൾ അടുത്ത മന്ത്ലി നമുക്ക് കിട്ടുന്നത് 1,632 രൂപ. ഈ എമൗണ്ട് ലൈഫ് ലോങ് നമുക്ക് പെൻഷനും കിട്ടും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡെത്ത് സംഭവിച്ചാൽ നമ്മുടെ നോമിനിക്ക് കൊടുക്കുന്നത് 1,47,00,000 രൂപ. ഇതിലും ഞാൻ പറഞ്ഞ പോലെ മന്ത്ലി ആ എമൗണ്ട് അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരു ഡെത്ത് സംഭവിച്ചാൽ, പെൻഷൻ വാങ്ങിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡെത്ത് സംഭവിച്ചാൽ എത്ര മാസം കഴിഞ്ഞിട്ടാണോ നമുക്ക് ആ ഡെത്ത് സംഭവിക്കുന്നത് അത്രയും മാസം ഈ 1 ലാക്ക് വെച്ച് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് പ്ലസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതാണ് നോമിനിക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്കിപ്പോൾ നമ്മൾ കുറേ നാൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കണോ, നമുക്കൊരു എമർജൻസി വന്ന് നമ്മൾക്ക് തന്നെ ഈ എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് കൂടുന്നതിൻ്റെ അനുസരിച്ച്, ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് 4 വർഷം വെയിറ്റിംഗ് പീരീഡാണ്. 4 വർഷം വെയിറ്റിംഗ് പീരീഡ് ഇട്ട് ഞാൻ 55 വയസ്സിൻ്റെയാണ് എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കൊരു 70 വയസ്സാകുമ്പോൾ നമുക്ക് തോന്നാണ് നമുക്കിനി പെൻഷൻ വേണ്ട, നമുക്ക് ഒരു എമർജൻസി വന്നപ്പോൾ നമുക്കിത് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന എമൗണ്ട് 70ാമത്തെ വയസ്സിൽ 1,54,84,393, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേലും കൂടുതലാണ്. അത് വെയിറ്റിംഗ് പീരീഡ് ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ ഇടുവാണെങ്കിൽ ഡിപ്പെൻസ്, അത് ഏജിനെ ബേസ് ചെയ്തിട്ടിരിക്കും. നമ്മൾക്ക് ഒരു സറണ്ടർ ചെയ്യേണ്ടി വന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേലും കൂടുതൽ എമൗണ്ട് സറണ്ടർ ചെയ്യാം. നമ്മൾ അത്രയും നാൾ വാങ്ങിച്ച പെൻഷൻ നമ്മൾ വാങ്ങിച്ചു, അതുകൂടാതെ ഒരു എമർജൻസി വന്നാൽ നമുക്ക് സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നമ്മൾക്ക് ഈ പെൻഷൻ എമൗണ്ട് 5 വർഷം കഴിഞ്ഞിട്ട് മതി. അതായത് ഇപ്പോൾ 55 വയസ്സുള്ള ആളാണ്, 5 വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ മതി. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമുക്ക് 1 ലാക്ക് കിട്ടാനായിട്ട്, 1 ലാക്ക് എന്ന് പറഞ്ഞാൽ 1,607 രൂപയാണ് കിട്ടുന്നത്. ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 1,34,00,000. പിന്നെ ഞാൻ പറഞ്ഞു GST, NRIs ആണെങ്കിൽ NRO അക്കൗണ്ടിൽ നിന്നോ നോർമൽ SB അക്കൗണ്ടിൽ നിന്നോ ആണെങ്കിൽ GST വരും, നാട്ടിലുള്ളവരാണെങ്കിലും GST വരും. 1.8% ആണ്. ഇപ്പോൾ 1,34,00,000 GST എന്ന് പറയുന്നത് 2,41,200 രൂപയാണ്. NRI സ്റ്റാറ്റസ് പ്രൂവ് ചെയ്ത് NRI അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ GST ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മൾക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്, ലൈഫ് ലോങ് ഈ എമൗണ്ട് കിട്ടും. എന്തെങ്കിലും ഒരു ഡെത്ത് സംഭവിച്ചാൽ നോമിനിക്ക് കൊടുക്കുന്ന എമൗണ്ട് 1,40,70,000. അതായത് ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അതായത്
ഇമ്മീഡിയറ്റ് പെൻഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറച്ച് കൂടുതലാണ്. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണോ നമ്മൾക്ക് പെൻഷൻ വേണ്ടത്, അത് വെയിറ്റിംഗ് പീരീഡ് നമ്മൾ കൂടുതൽ എടുക്കുന്ന അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് കുറച്ച് മതി. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മന്ത്ലി ഒരു 1 lakh കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം, മന്ത്ലി 1 lakh 50,000 30 20 10 എത്രയാണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് ഈ പ്ലാനിൽ സെറ്റ് ചെയ്യാം. ഈ പ്ലാനിൻ്റെ മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് 1000 രൂപയെങ്കിലും മാസം പെൻഷൻ കിട്ടാവുന്ന രീതിയിലുള്ള എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പ്ലാനിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് വ്യത്യാസം വരും. പെൻഷൻ എമൗണ്ട് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഈ കിട്ടുന്ന എമൗണ്ട് എല്ലാവരും ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇത് ടാക്സിബിൾ ആണോ എന്നുള്ളത്. അതായത് ഇപ്പം NRIs ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അവർക്ക് നാട്ടിൽ ഈ പെൻഷൻ അല്ലാതെ വേറെ ഇൻകം ഒന്നും ഇല്ല എങ്കിൽ, അതായത് ഇപ്പോഴത്തെ ടാക്സ് സ്ലാബ് അനുസരിച്ച് ഇന്ത്യയിൽ 12 ലക്ഷം വരെ നമ്മൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വാങ്ങിക്കാം. അപ്പോൾ 1 lakh, ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ചിലതിലൊരു 1 lakhൽ അഡീഷണൽ വന്നിട്ടുണ്ട്. അതായത് 12 ലക്ഷം വരെ കിട്ടുന്ന ഇൻകം, അതായത് നമ്മുടെ ഈ പെൻഷൻ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഒരാൾക്ക് അത് ടാക്സബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത് ആൾക്ക് ഈ പെൻഷൻ കൂടാതെ വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ എല്ലാം നോക്കിയിട്ടാണ് നമ്മളുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നമ്മൾ അറൈവ് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് സാലറി ഉണ്ടോ, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, വേറെ എന്തെങ്കിലുമൊക്കെ ഇൻകം ഇന്ത്യയിൽ നിന്നുണ്ടെങ്കിൽ അതെല്ലാം കൂട്ടും. അതെല്ലാം കൂട്ടിയിട്ട് അവരുടെ അപ്പോൾ ഈ പെൻഷനും അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഈ ടോട്ടൽ ഇൻകം നോക്കിയിട്ടാണ് ഒരാൾക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഇൻകം നോക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിൽ 12 ലക്ഷത്തിൽ താഴെയാണ് ആ ഇൻകം വരുന്നത് എങ്കിൽ അവർക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ല, അവർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലിപ്പോൾ അത് ഓരോ വർഷവും, ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ മേ ബി 12 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു 20 ലക്ഷം ആയിട്ടുണ്ടാവും. അപ്പോൾ 20 ലക്ഷം വരെയുള്ളവർക്ക് കൊടുക്കണ്ട. അത് അതാത് വർഷത്തെ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് എത്രയാണോ നമ്മുടെ സ്ലാബ് നിൽക്കുന്നത് ആ സ്ലാബിന് ഉള്ളിലാണ് നമ്മളുടെ ടോട്ടൽ ഇൻകം വരുന്നത് എങ്കിൽ ഇത് നമുക്ക് ടാക്സ് ഫ്രീ ആയിരിക്കും. ആ സ്ലാബിന് മുകളിലാണ് വരുന്നതെങ്കിൽ, അതായത് അതിൽ എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം പറഞ്ഞിരിക്കുന്നതിനേലും കൂടുതൽ നമ്മുടെ ടോട്ടൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ, പെൻഷൻ മാത്രമല്ല, പെൻഷനും ഒരു ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഈ പെൻഷൻ, അതായത് ജീവനക്ഷയിലെയും ശാന്തിയിലെയും പെൻഷൻ. അപ്പോൾ ടാക്സബിൾ ലിമിറ്റിനേലും കൂടുതൽ വരുന്നതുണ്ടെങ്കിൽ അതാത് വർഷത്തെ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് സ്ലാബ് അനുസരിച്ചിട്ടുള്ള ടാക്സ് നമ്മൾ കൊടുക്കണം. LIC ഒരിക്കലും TDS പിടിച്ചിട്ടല്ല ഈ എമൗണ്ട് തരുന്നത്. നോർമലി NRIs ആണെങ്കിലും NRE അക്കൗണ്ടിൽ നിന്നാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇല്ലാതെ അവർക്കിത് ഇൻവെസ്റ്റ് ചെയ്യാം. തിരിച്ചു കൊടുക്കുന്നത് NRO അക്കൗണ്ടിലേക്കാണെങ്കിൽ LIC 1 രൂപ പോലും TDS പിടിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഇൻകമായിട്ട് ഇത് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് റിട്ടേൺ ഫയൽ ചെയ്ത് അതിൻ്റെ ടാക്സ് അടയ്ക്കണം. അതല്ല, നിങ്ങൾ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് വരുന്നത്. ഞാനിപ്പോൾ ജീവനക്ഷയുടെയും ശാന്തിയുടെയും വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ട്, ഇതിൻ്റെ ടാക്സ് സ്ലാബ് എങ്ങനെയാണ്, ടാക്സബിൾ ആണോ എന്നുള്ളത്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇപ്പോൾ നമ്മളുടെ ജീവൻ ഉത്സവോ അല്ലെങ്കിൽ ജീവൻ ഉമങ്ങോ അതുപോലെയുള്ള പെൻഷൻ പ്ലാനിലാണ് ഇപ്പോൾ ഒരു 5 ലക്ഷം വരെ ഇയർലി അടയ്ക്കുന്ന പ്രീമിയം, അതിൻ്റെ റിട്ടേൺ, അതായത് 5 ലക്ഷമോ അതിൽ താഴെയോ പ്രീമിയം 10 times ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം. ആ കണ്ടീഷനിൽ നിങ്ങൾ എടുക്കുന്ന പോളിസികളുടെ റിട്ടേൺ ടോട്ടലി ടാക്സ് ഫ്രീ ആണ്. ഇപ്പോൾ നമ്മുടെ ജീവൻ ഉമങ്ങാണെങ്കിലും ജീവൻ ഉത്സവമാണെങ്കിലും ആ രീതിയിൽ എടുക്കുവാണെങ്കിൽ ലൈഫ് ലോങ് ടാക്സ് ഫ്രീ ആയിട്ട് ആ ഇൻകം നമുക്ക് വാങ്ങിക്കാം. ഇതിൻ്റെ ആണെങ്കിൽ ടാക്സിൻ്റെ രീതിയിൽ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കണോ? കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് സർവീസിങ് ഏജൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏജൻറ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.